അത് അവരുടെ ഐക്യത്തിന്റെ ഭാഗമായിട്ടാണോ? ഓ, ഞാൻ കഴിഞ്ഞതിന്റെ മുൻപിലെ ഞായറാഴ്ച മാർച്ച് മാസം 3-ാം തീയതി മഞ്ഞിനിക്കര ദയവായി പോയി. വളരെ സന്തോഷമായിട്ട് അവിടുത്തെ പിതാക്കന്മാരുടെ കബറിടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. അവിടെ ചുമതലയുള്ള അദ്ദേഹം കോട്ടയംകാരനാണ്, പാമ്പാടിക്കാരൻ ആയിട്ടുള്ള അഭിമന്യ ഗീവർഗീസ് മർദിവന്നാസൂസ് തിരുമേനി. അദ്ദേഹം നല്ലൊരു സുറിയാനി പണ്ഡിതനാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ അവിടുത്തെ ചുമതല. അദ്ദേഹം എന്നെ വളരെ ഹാർദവമായി സ്വീകരിച്ചു. ഏകദേശം 2 മണിക്കൂർ സമയം ഞാൻ അവിടെ ചെലവഴിച്ചു. ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് തിയോളജിയിൽ തന്നെ അടിസ്ഥാനമായ ഒരു ബുക്കാണ് മോശെ ബർക്കീഫ എന്ന് പറയുന്ന പിതാവ് എഴുതിയ കുർബാന വ്യാഖ്യാനം. 13-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു വ്യാഖ്യാനമാണ്. അതിൻ്റെ മലയാളം അദ്ദേഹം തർജ്ജമ ചെയ്തതിൻ്റെ കോപ്പി എനിക്ക് തന്നു. ആ രീതിയിൽ നല്ല ഒരു സന്ദർശനം അവിടെ നടത്താനായി സാധിക്കും. തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നാലും ഒന്നുകൂടെ ഞാനൊന്ന് പറയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ദേശീയമായ പൈതൃകമുള്ള ഈ നാടിൻ്റെ ഒരു സഭയാണ്, ഈ ദേശത്തിൻ്റെ ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരോടും ഏറ്റവും നല്ല സമഭാവനയിൽ പോകണം, പ്രവർത്തിക്കണം. ഈ ചിന്തയാണ് എപ്പോഴും ഈ സഭയ്ക്കുള്ളത്. പിന്നെ എന്താണ് ഇപ്പം ഈ നടക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത്, ഇതിനകത്ത് തന്നെ അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധം ഒരു ഫ്രട്ടണൽ, ഒരു സാഹോദര്യ ബന്ധമേ പാടുള്ളൂ. അതല്ലാതെ നമുക്ക് നമ്മുടേതായ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. ഈ 2 വാദങ്ങൾ തമ്മിലുള്ളതായ കലഹം ഇടവകകളെ ബാധിക്കും, അതുപോലെ സ്വത്തിനെ ബാധിക്കും. ഇത് 100 വർഷം പിന്നിട്ടൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് 58-ൽ സുപ്രീം കോടതി വിധിച്ചു, വീണ്ടും 95-ൽ സുപ്രീം കോടതി വിധിച്ചു. ആ വിധികൾ ഒന്ന് നടപ്പാക്കിയാൽ ഈ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ തീരും. അതാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. ഇപ്പോൾ രൂക്ഷമായി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മാധ്യമ ലോകത്ത് വെറുതെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബഹളമാണ്. അതായത് ഇപ്പം പള്ളികളൊക്കെ അടച്ചു കിടക്കുകയാണ്, ആശാഴ്ച പീഡാനുഭവത്തിന് മുമ്പ് എല്ലാം തുറക്കണം. അപ്പം ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓർത്തഡോക്സ് സഭയാണ് ഈ പള്ളികളൊക്കെ പോയി അടച്ചിട്ടിരിക്കുന്നത് എന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. ഓർത്തഡോക്സ് സഭ എപ്പോഴും ദേവാലയങ്ങൾ തുറക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ജനതയാണ്. പക്ഷെ ഒരു നീതിന്യായ സംവിധാനമുള്ള രാഷ്ട്രത്തിൽ കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കണം. ഇത് മാത്രമാണ് പറയുന്നത്. അതല്ലേ ഉള്ളൂ നമുക്കൊരു ശാശ്വത പരിഹാരം. ഇല്ല, ഇത് പൂർണ്ണമായിട്ടും എന്താ പറയുക ഒരു പേഴ്സണൽ വിസിറ്റ്. അതിന്റെ കോണ്ടസ്റ്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അന്ന് രാവിലെ ഞാൻ ഓമല്ലൂർ സെന്റ് തോമസ് പള്ളിയിലാണ് കുർബാന ആരംഭിച്ചത്. അപ്പോൾ ഈ മഞ്ഞിനിക്കരയിലെ ഓമല്ലൂർ മഞ്ഞിനിക്കരയ്ക്ക് തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളാണ്, 1-2 കിലോമീറ്റർ പോലും ഇല്ല. മഞ്ഞിനിക്കരയിലെ ഒരു വീട്ടിൽ എൻ്റെ തന്നെ ഭദ്രാസനത്തിൽ ഒമാനിനോട് ചേർന്ന് കിടക്കുന്ന യമൻ എന്ന രാജ്യത്തിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സെക്രട്ടറി ഒരു ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മഞ്ഞിനിക്കര വസതിയിൽ വിശ്രമിക്കും. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ മഞ്ഞിനിക്കരയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അതിന് തൊട്ടടുത്താണ് ദേറ. അദ്ദേഹത്തിൻ്റെ അമ്മാച്ചൻ ആ ദേറയിലെ പാരിഷ് മെമ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മഞ്ഞിനിക്കര ദേറ എനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ടതാണ് പല കാരണങ്ങൾക്കൊണ്ടാണ്. ഒന്ന്, ഏലിയാസ്തുതിയൻ ബാവ അന്ത്യോക്യ സഭയുടെ വലിയൊരു പിതാവായിരുന്നു, അറിയപ്പെടുന്ന ഒരു പിതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പുണ്യസ്ഥലം, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മയുടെ മുഴുവൻ സിംഹാസനപ്പള്ളി അംഗമാണ്, കുന്നംകുളത്തെ സിംഹാസനപ്പള്ളി അംഗമാണ് എൻ്റെ അമ്മ വീട്ടുകാരെ മുഴുവൻ. അവിടെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം സഭ മുഴുവൻ എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പോകണം. അതുപോലെ തന്നെ അവിടെ പിന്നെ കബറടങ്ങിയിരിക്കുന്ന ബെന്യാമിൻ ജോസഫ് മാർസ്താക്യൂസിന്റെ മനസ്സിലുണ്ട്, എൻ്റെ മാവൻ്റെ അനിയനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കബറിടത്തിലൊന്ന് പോകണമെന്നുണ്ട്. പിന്നെ അവിടെ 3 പിതാക്കന്മാർ കബറടങ്ങിയിട്ടുള്ള 3 പേരുടെയും പേര് എൻ്റെ നാമമാണ്, യൂലിയോസ് എന്ന നാമമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു.
അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാനവിടെ പോയി. അല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു സമാധാന ചർച്ചയും. പക്ഷെ ഈ സംഭവത്തെ സമാധാനത്തിനുള്ളൊരു നല്ല ശ്രമമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. അതല്ലാതെ അവിടെ നിങ്ങൾ പ്രത്യേക ചർച്ചകളൊന്നും നടത്തിയില്ല. യാക്കോബായ സഭ ഒരുപറ്റ ആൾക്കൂട്ടം എന്നല്ല. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ എല്ലാവരും യാക്കോബായക്കാരെന്ന പണ്ട് അറിയപ്പെടുന്നത്. സിറിയൻ ജാക്കോബൈൻ എന്നറിയപ്പെടുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ വിധികളൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ചെറിയ ഫ്രാക്ഷനുണ്ട്, സമൂഹമുണ്ട്. അതിനെ ഇപ്പോൾ സ്വയം ഇട്ടിരിക്കുന്ന പേരാണ് യാക്കോബായ സഭ. അവർക്കങ്ങനെ യാക്കോബായ സഭ എന്നൊരു ഒരു പേര് യഥാർത്ഥത്തിലില്ല. അത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ആന്റിയോക്ക്, അവരുമായിട്ടുള്ള സഹവർത്തത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ കേരളത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എറണാകുളം ജില്ല ആ ഭാഗങ്ങളിലൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പക്ഷെ നമ്മുടെ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പശ്ചാത്തലം തന്നെ ദേശീയ സഭകളാണ്. ഇപ്പോൾ മലങ്കര സഭയുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ മാറി നിന്നിട്ട് ഞങ്ങൾ അന്ത്യോക്യയുടെ കീഴിലാണ്, ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ ആസ്ഥാനം, ഇങ്ങനെ പറയും. ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായവും അവകാശ സ്വാതന്ത്ര്യവും ഉണ്ട്. എന്നാൽ വിധികൾ വരുന്ന സമയത്ത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ തന്നെ പുത്തൻകുരിശ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ബാക്കി മാധ്യമ ലോകത്ത് വരുമ്പോൾ ഞങ്ങൾ യാക്കോബായ സഭയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതായ ചില നയത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. എന്തോ അയ്യോ, അങ്ങനെ പറയരുത്. മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു പ്രയാസം, ശാപം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നമ്മള് നേതാക്കന്മാരെ ഏതെങ്കിലും സഭയുടെയോ വംശത്തിന്റെയോ ഒക്കെ പേരിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയാണ്. സഭ ഏതാണോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരിക്കലും, പ്രത്യേകിച്ച് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് ഈ വില കുറഞ്ഞ ഒരു കാര്യത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ കിട്ടാറില്ല. അദ്ദേഹം വരികയും ചെയ്യരുത്. സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെടാറില്ല. എന്നാൽ സഭ ഒരു സമയത്ത് കോലഞ്ചേരി പാസ്റ്റിന്റെ സമയത്ത് സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ശ്രീ ശ്രേയാംസ് കുമാറിന്റെ കാര്യത്തിൽ ബത്തേരിയിൽ പോയിട്ട് കോടതി വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ വ്യക്തി കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സഹന സമരം ഒരാഴ്ചയായിട്ട് നടന്നിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. ഇത് രണ്ടും കേരളമല്ലേ എന്ന ചോദ്യമാണ്. അത് പുതുപ്പള്ളിയിൽ ചോദിച്ച് ഞാൻ തന്നെയാണ്. അവിടെയുള്ള പ്രയാസം. അല്ലാതെ ഓർത്തഡോക്സുകാരനായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി യാതൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേകിച്ച് ചെയ്തതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട, അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയാണ്, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള പ്രഷേഴ്സ് നമുക്കറിയാം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്നുള്ള, അതും സഹനത്തിന്റെ മാർഗത്തിൽ. ഞങ്ങൾ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടില്ല, ഒരു തരത്തിലുമുണ്ട്. ക്രിമിനൽ കേസസ് ഒന്നുമില്ല ഈ സഭയുടെ ആരുടെയും പേരിൽ. എന്നാൽ മറുഭാഗത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കും.